ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 1-2 ഇലകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നീലാമ്പരിയോ എണ്ണയോ ആംല പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ എല്ലാവരും വലിയൊരു പ്രശ്നമാണല്ലേ നരച്ച മുടി. ഇത് നമ്മുടെ വീട്ടിലുള്ള പനിക്കൂർക്കയിലയും അതുപോലെ ചെമ്പരത്തിയിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരും കേട്ടോ. പിന്നെ അതുപോലെ നരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു ഹെയർ ഡൈ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് ട്രൈ ചെയ്യാറുണ്ട്. ഇതൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹെയർ ഡൈ. നമ്മൾ കുറച്ച് നാൾ മുന്നേ 2 വർഷം മുന്നേ തന്നെ നമ്മൾ പനിക്കൂർക്കയില വെച്ചിട്ടൊരു ഹെയർ ഡൈ ചെയ്തായിരുന്നു. നല്ല എഫക്റ്റീവായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും നല്ല കമൻസും പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു 2 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ചീരകമൊക്കെ നന്നായിട്ട് മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മൾ കരിഞ്ചീരകം ഉലുവയൊക്കെ മുടിയിലൊക്കെ യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ല ഗുണം ചെയ്യും കേട്ടോ. അതുപോലെ എണ്ണ കാച്ചുന്ന സമയത്താണെങ്കിലും നമ്മൾ കരിഞ്ചീരകം ഉലുവയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ നല്ല ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ഥിരമായിട്ട് കരിഞ്ചീരകം ഉലുവയൊക്കെ മുടിക്ക് നല്ലതാണ്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല തേയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കടുപ്പം കിട്ടുന്ന തേയില നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിളച്ച് നമ്മളിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചത്. ഈ ഒരു 3/4 ഗ്ലാസ് ആവുന്നവരെ ഒന്ന് വറ്റിച്ച് ആ ഉലുവയും കരിഞ്ചീരകമൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഇറങ്ങണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേയിലയെല്ലാം നന്നായിട്ട് കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് കൂടുതൽ പനിക്കൂർക്ക ഇല ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ പനിക്കൂർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് ഗൾഫിലാണ് താമസിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയേക്കുവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇല കൂടുതലുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല കൂടുതൽ ചേർക്കാൻ നോക്കുക. ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്. ചെമ്പരത്തിയുടെ ഇല നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള ഒരു കറുപ്പ് തരാനും അതുപോലെ തന്നെ ഈ പറഞ്ഞോണം നമ്മൾ ഡ്രൈനെസ് ആയിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിൽ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും നമ്മുടെ ചെമ്പരത്തിയുടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പനിക്കൂർക്കയില കൂടുതൽ കിട്ടുമെന്നുണ്ടെങ്കിൽ കൂടുതൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് തുളസി ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ നീലാംബരി ഹെന്ന പാക്ക് ഇടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് നീർക്കെട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും നീലാംബരിയുടെ കൂടെയോ അല്ലെങ്കിൽ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് പനിക്കൂർക്ക ജ്യൂസും അതുപോലെ തുളസിയൊക്കെ കൂടുതലായിട്ട് ചേർക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു മിക്സ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സ് വെള്ളം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിനൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് തന്നെ നമ്മുടെ ഈ പാക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ പനിക്കൂർക്ക ഇലയൊക്കെ നല്ല രീതിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപാടി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഹെന്നപ്പൊടിയോ നീലാംബരിയോ ഒന്നും ചേർക്കുന്നില്ല, പ്രത്യേകിച്ച് ആംല പൗഡറോ ചേർക്കുന്നില്ല. നമ്മളിതിനകത്ത് ചേർക്കുന്നത് കയ്യുണ്ണിയം പൊടിയും അതുപോലെ തന്നെ ത്രിഫല ചൂർണ്ണമാണ്. നമ്മൾ ഭൃംഗരാജ് എന്നൊക്കെ പറഞ്ഞ ഈ പൊടിയില്ലേ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ത്രിഫല ആട്ടോ വേണ്ട, ത്രിഫല ചൂർണ്ണമാണ്. അപ്പോൾ കയ്യുണ്ണിയത്തിൻ്റെ ഇലകളുണ്ടെങ്കിൽ നമ്മൾ മറ്റത് അരയ്ക്കുന്ന സമയത്ത് അതും കൂടി കൂട്ടിയിട്ട് അരയ്ക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ത്രിഫല ചൂർണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കയ്യുണ്ണിയത്തിൻ്റെ പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നരകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കയ്യുണ്ണിയും അതുപോലെ ത്രിഫല ചൂർണ്ണമൊക്കെ. ത്രിഫല എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു ഹെയർ പാക്കായിട്ടും ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് വരാനും പിന്നെ അകാല നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ത്രിഫല. അപ്പോൾ ആ ത്രിഫല ചൂർണ്ണവും അതുപോലെ ഈ പറഞ്ഞ ഭൃംഗരാജിൻ്റെ പൊടിയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച് പനിക്കൂർക്ക ചെമ്പരത്തി ജ്യൂസ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കാണ്, നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേയില വെള്ളം മിക്സ് ചെയ്ത് ഒഴിക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി തന്നെ ഇതുപോലെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നമ്മൾ എന്ത് ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും നമ്മുടെ തലമുടിക്ക് നല്ലത്. അത് മുടി വളർച്ചയ്ക്കും മുടി നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മാറാനൊക്കെ നമ്മുടെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം കുറച്ച് നേരം നമ്മൾ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. എന്നിട്ടാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പച്ചക്കർപ്പൂരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ലേശം പൊടിച്ച് ചേർക്കാം. നമ്മൾ കൂടുതൽ പച്ചക്കർപ്പൂരം ഇട്ട് കൊടുത്താൽ മുടി കൊഴിച്ചിൽ വരും. അപ്പോൾ ലേശം നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ഒരു ചെറുതായിട്ടൊരു പിഞ്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് ഒരു 3-4 മണിക്കൂർ നമ്മളിതൊന്ന് വെക്കുവാണ്. അല്ലെങ്കിൽ തലേദിവസം വൈകിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയാലും അപ്ലൈ ചെയ്താൽ മതി. ഞാനൊരു 3 മണിക്കൂറാണ് വെച്ചോളൂ. അപ്പോഴേക്കും നമ്മുടെ പാക്കൊക്കെ എല്ലാം നല്ല സെറ്റായി നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നരയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിൽ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണയില്ലാതെ വേണം തേക്കാൻ. എണ്ണ മെഴുക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ പാക്ക് ഒരിക്കലും നമ്മുടെ ഇതിൽ പിടിക്കില്ല. പിന്നെ ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നര മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ നമ്മുടെ പനിക്കൂർക്ക സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള നരകൾ മാറാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നരയുള്ള ഭാഗത്തെല്ലാം നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. സോപ്പോ ഒന്നും തേക്കരുത്. പിന്നെ എണ്ണമയം ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. നരയുള്ള കംപ്ലീറ്റ് ഭാഗത്ത് നമ്മൾ തേക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നരയൊക്കെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഈ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ പനിക്കൂർക്കയില എപ്പോഴും മുടിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് പനിക്കൂർക്ക ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് മുടിക്ക് ചേരുന്നത് അത് നോക്കി ട്രൈ ചെയ്യാം. എല്ലാതും നമുക്ക് കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ വിശ്വസിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഹെയർ ഡ്രൈസ് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ കെമിക്കൽ ഹെയർ ഡ്രൈസ് ട്രൈ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടുമെങ്കിലും പിന്നീട് അത് ഇരട്ടിയായിട്ട് നര വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു നരകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരും നല്ല രീതിയിൽ നരയുള്ളവരൊക്കെ ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.